ഈ പറഞ്ഞ ആൾ ഞാൻ ഉദ്ദേശിച്ച ആൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞല്ലോ, വലിയ ഇദ്ദേഹത്തിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ വിഭാര്യനായി കഴിഞ്ഞപ്പോൾ, വിഭാര്യൻ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് സഹിക്കാൻ വയ്യാതെ ഉപേക്ഷിച്ച് പോയതാണെന്നാണ് വ്യംഗ്യം. ആ കല്യാണത്തിന് ഞാൻ പോയിട്ടുള്ളതാണ്. കാരണം ഇപ്പോൾ അന്ന് അദ്ദേഹം ആരും അറിയപ്പെടാത്ത ഒരാളായിരുന്നു. അന്ന് കല്യാണത്തിന് വിളിച്ച് ഞാൻ പോയി. കിഴക്കേക്കോട്ടയിലെ ഒരു മണ്ഡപത്തിൽ, തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഒരു മണ്ഡപത്തിലായിരുന്നു കല്യാണം. അതിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഞാനാണ് ആദ്യമായിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ അവതരണ രംഗത്തേക്ക് സംവാദം എന്ന പരിപാടി ഉണ്ടായിരുന്നു. ആ സംവാദത്തിൻ്റെ അവതാരകനായിട്ട് കൊണ്ടുവന്ന് അരങ്ങേറ്റം നടത്തിയത് ഞാനാണ്. അദ്ദേഹം ഇപ്പോഴും വിളിക്കുമ്പോഴൊക്കെ സാർ എന്നും പറഞ്ഞൊക്കെ വിളിക്കാറൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ വളരെ തിരക്കേറിയ ഒരു മാന്ത്രിക ലോകത്തിലാണ് ഇന്ന് നിൽക്കുന്നത്, നായകനാണ്. അന്ന് ഈ വൃത്തികെട്ട സ്വഭാവങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിന് ശേഷം ആണ് ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയി എന്ന് പറഞ്ഞിട്ട് രാത്രി തോറും മെസ്സേജുകൾ ഇട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം വലിയ തിരക്കായതുകൊണ്ടായിരിക്കും രാത്രിയുടെയും അന്ത്യയാമങ്ങളിലും ഒക്കെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കലിപ്പാവാനും ഇടയുണ്ട്. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാമറും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചു കൂടി ആരാധകരുടെ എണ്ണവും കൂടി കഴിയുമ്പോൾ പലർക്കും ഇങ്ങനൊരു നരമ്പ് രോഗം പ്രായഭേദമന്യേ വരാറുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ വേറെയും കണ്ടിട്ടുണ്ട്. നല്ല സ്വഭാവശുദ്ധിയോടെ ഇരുന്ന ആൾക്കാർ അല്പം പദവിയും കുറച്ച് ഗ്ലാമറും പിന്നെ കുറച്ച് പ്രായവുമായി കഴിയുമ്പോൾ ഇതുപോലെ തൻ്റെ കൊച്ചുമക്കളാവാൻ പ്രായമുള്ള ആൾക്കാർക്ക് മെസ്സേജ് ഇട്ട് കളിക്കണം രാത്രിയാവുമ്പോൾ. ഞാൻ അതുകൊണ്ട് ഒരു തീരുമാനമെടുത്തു. നമ്മൾ ഈ അബദ്ധത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല എന്ന് പറയുന്നുള്ളൂ. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്കും തെറ്റിദ്ധരിക്കാനുള്ള പണ്ട് മകൾക്ക് ഞാൻ ഇടാറുണ്ട്. കൊച്ചുമകനാണ്, അവന് ഇടുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാത്ത പെൺകുട്ടികൾക്കൊന്നും ഈ മെസ്സേജ് ഇടുന്നില്ലെന്നൊരു തീരുമാനത്തിൽ അങ്ങ് എത്തിക്കാൻ.